ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് കടുമ്പൂ പാറയുടെ മുകളിലാണ്. ഇപ്പോൾ കാട്ടാക്കടയ്ക്കും വിളപ്പിശാലയ്ക്കും ഇടയ്ക്ക് ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടുമ്പൂ പാറ സ്ഥിതി ചെയ്യുന്നത്. വളരെ നിരന്ന ഒരു പാറയാണ് ഈ കടുമ്പൂ പാറ എന്ന് പറയുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ വാഹനങ്ങൾ നമുക്ക് ഇതിന് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നതാണ് ഈ പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് തന്നെ പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. ഇപ്പോൾ മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൂരക്കാഴ്ചകൾ കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അന്തരീക്ഷം മങ്ങിയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ ഒരു മഞ്ഞ് മൂടിയതുപോലെയാണ് കാണപ്പെടുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്ഭാഗത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ രീതിയിൽ കാണാനായിട്ട് കഴിയുമായിരുന്നു. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം 3 മണി മുതൽ ഈ പാറയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരമാകുമ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ കാറ്റത്തിരുന്ന് ഇവിടുത്തെ അസ്തമനമൊക്കെ കാണുവാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതൊക്കെ കാണാനായിട്ട് സമീപ പ്രദേശത്തുള്ളവരും അതുപോലെ ദൂരത്തുള്ളവരും ധാരാളമായിട്ട് ഈ പാറയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതിന് മുമ്പും 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, മഴയില്ലാത്ത സമയത്ത്. അപ്പോൾ അത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതായിരിക്കും. മഴ പെയ്ത് തോർന്നത് കൊണ്ട് തന്നെ വഴുക്കലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാറയുടെ വശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതിൻ്റെ നടുക്കുകൂടെ തന്നെ നമ്മൾ നടന്ന് പാറയുടെ കാഴ്ചകൾ കാണുകയാണ്. ഒരുപാട് പേര് ഇവിടെ വിവാഹ ഫോട്ടോഷൂട്ടിനും അതുപോലെ ഷോർട്ട് ഫിലിം മേക്കിങ്ങിനുമൊക്കെ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കടുമ്പൂ പാറ. ഇന്നിപ്പോൾ മഴ പെയ്ത് തോർന്നത് കൊണ്ടായിരിക്കാം കാറ്റ് അധികമായിട്ടില്ല, ചെറിയൊരു തണുത്ത കാറ്റ് മാത്രമേ വീശുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല കാറ്റാണ്. കാറ്റ് കൊണ്ടിരുന്ന് നമുക്ക് സമയം പോകുന്നതേ അറിയാനായിട്ട് കഴിയത്തില്ല. രണ്ട് പാറയെക്കാട്ടി നല്ല പാറ വീതിയോ? അത് വീതിയില്ല. ജീപ്പൊക്കെ ആണെങ്കിൽ ഇനി വരും. കാറ് ചിലവർ കൊണ്ടുവരും. സൈഡ് നോക്കി അത് കയറും, സൈഡിൽ കൂടെ ഈ ലൈൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഷാത്താൻ പാറയുന്നു ഇവിടത്തേക്ക്, ഇവിടെ നിന്ന് അവിടുത്തെ ശാഖ 3ആയിട്ട് നെറ്റ് വെച്ച് ഇതിലൂടെ ഉരുണ്ട് പോണത് അങ്ങനെ ആക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഇത് വന്നത് കൊണ്ട് നടക്കില്ല. നടക്കും കേട്ടോ, പായല് പറ്റിയിരുന്ന നനഞ്ഞു. മഴ പെയ്യാതിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു. മഴ പെയ്ത് തോർന്നത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും അവിടെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് താഴ്ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശാസ്താംപാറ
നമ്മുടെ വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള ശാസ്താംപാറ, ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ശാസ്താംപാറ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ഏകദേശം പാറയുടെ മുക്കാൽ ഭാഗത്തോളം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വാഹനം അങ്ങ് മുകളിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെയെല്ലാം വാഹനം, നമ്മളിപ്പോൾ വന്ന സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. മഴയില്ലാത്ത ദിവസമായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ചുകൂടെ താഴേക്ക് പോകാമായിരുന്നു. ഇപ്പോൾ എന്തായാലും വഴുക്കലുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശാസ്താംപാറ, വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള ശാസ്താംപാറ. മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് അത് കാണാനായിട്ട് കഴിയുന്നില്ല. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ശാസ്താംപാറ നേരിട്ട് തന്നെ കാണാനായിട്ട് കഴിയും. ശാസ്താംപാറ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പണികൾ പൂർത്തിയാകുന്ന വശം നമുക്കവിടെ പോയി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അവിടെ എന്തോ പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ കടുമ്പൂപ്പാറയുടെ അവസാനത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഈ പാറ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീടുകളാണ്. ഇതിൻ്റെ ഒരു വശത്ത്, ഈ വലതു വശത്ത് കാണുന്നത് വീടുകളൊക്കെയാണ്. ധാരാളം വീടുകളുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് കടുമ്പൂപ്പാറയിലുള്ള കുരിശടി. ഇവിടെ ചില സമയങ്ങളിൽ ആരാധനയൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ധാരാളം മാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ മാമ്പഴക്കാലമാകുമ്പോൾ നിറയെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും.
ഈ വഴിയുടെ വലതുഭാഗങ്ങളിൽ ധാരാളം വീടുകളുണ്ട്, അവിടെ കൃഷികളൊക്കെ ഉണ്ട്, മരച്ചിനിയും വാഴയും ഒക്കെ നട്ടിട്ടുണ്ട് അവിടെ. ഈ വെള്ളം ഇവിടെ ഒരു മഴക്കാലത്തേക്ക് ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. ഇത്ര വീട്ടുകാർ കൊണ്ട് ഇതൊക്കെ ഇല്ലാതായി കിടക്കും. ഇത് ഇറച്ചി ഇറച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ എല്ലായിടവും ഈ പൈപ്പും കിട്ടും. അത് കുത്തി എടുത്തു തിരക്കി ഈ വീടിരിക്കുന്നു. ഇതെല്ലാം പാറയിലുള്ളതാണ്. ഇതിന്റെ ആ കുറ്റി ഉണങ്ങിയിരിക്കുന്നു. അതിനിപ്പുറമൊക്കെ പാറയിലുള്ള മണ്ണ്. ഇവിടെയാണ് പണ്ടൊരു കുറ്റി ഇരുന്നത്. കുരുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ മരിച്ചിന് കൂടി വെട്ടിക്കൊണ്ടിരുന്നു. നടക്കാരി വെച്ചിരുന്നത്. വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കല്ലണയുടെ പുറത്ത് വെച്ച് നല്ല കല്ലണമായുണ്ട് ഭാവി അങ്ങനെ അല്ലെന്ന് വേറെ ആരും അങ്ങനെ പണ്ട് കുരിച്ചുണ്ടായിരുന്നു. ഇത് മറ്റേ കൈതയല്ലേ? ആനപ്പുറത്തിയാ മുള്ളു കൊണ്ടാൽ തന്നെ അതിനൊരു കരുപ്പ് പിന്നെ പറയാൻ പറ്റും. അത്ര ഭയങ്കര എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ മതി. പിന്നെ അവിടെ കിടന്ന് കാട് പോലെ പിന്നെ വെട്ടിമാറ്റാൻ കഴിയില്ല. ആനപ്പുറത്തിയല്ലേ, ആന വരെ ഇതിന് മാറ്റം. വൃത്തിയാട്ടോ വൃത്തിയിലുണ്ടോ വൃത്തിയാക്കാൻ ആര് കൂട്ടി. അപ്പോൾ നമ്മൾ കടമ്പൂ പാറയെല്ലാം ചുറ്റിക്കണ്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു കെട്ടിടം നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മതിലുകൾ കണ്ടില്ലേ, കല്ലുകൾ കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയൊക്കെയാണ് കടമ്പൂപ്പാറയിലേക്ക് വന്നത്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയതേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോകുവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാടുകാണിപ്പാറയിലേക്ക് വന്ന ദിവസം തന്നെ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സുമൊത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുവാണ്. അന്ന് നമ്മൾ വൈകുന്നേരമാണ് ഈ പാറയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമായതിനാൽ തന്നെ. വീഡിയോഗ്രാഫർ
ഇവിടെയൊക്കെ ഓട്ടിച്ചെറുക്കായിരിക്കും അല്ലേ ഹിമാലയൊക്കെ? ഇവിടെ കറക്കം നല്ല കാറ്റുണ്ടായിരുന്നു. സൗണ്ട് മനസ്സിലാകും. ഞാനുണ്ടാവും. നീ നിന്നെ തന്നെ അപ്പോൾ ഇതാണ് താഴെ കാണാനായിട്ട് നമുക്ക് കഴിയുന്ന ആ മനോഹരമായിട്ടുള്ള കുളം. അപ്പോൾ വൈകുന്നേരമായപ്പോൾ അതിൽ നിന്നും കൊക്കുകൾ, നിറയെ കൊക്കുകളുണ്ട്, വെള്ളക്കൊക്കുകൾ പറന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണത്.